നമസ്കാരം. മൂന്നാം തവണയും പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദി എത്തിയതോടെ ഭരണഘടന കാണിച്ച് എങ്ങനെയെങ്കിലും അടുത്ത തവണ പ്രധാനമന്ത്രിയാകാമെന്നൊരു മോഹമാണ് നിലവിൽ രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുള്ളത്. എന്നാൽ അതിനിനി ഒരവസരം ഇനി ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി എന്ന സ്വപ്നം ഇതോടെ അവസാനിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. രാഹുലിന്റെ പൗരത്വം ഇന്ത്യൻ പൗരത്വമല്ല എന്ന് കൂടുതൽ വ്യക്തമായി തെളിവ് സഹിതം. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. കോടതി കേന്ദ്ര സർക്കാരിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ട് എന്ന് തെളിവ് സഹിതം സുബ്രഹ്മണ്യ സ്വാമി നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. ഒരു ഹർജിയും സമീപിച്ചിരുന്നു. എന്നാൽ അതിന്റെ അന്തിമ വിധി പുറപ്പെടുവിക്കാൻ ഡൽഹി ഹൈക്കോടതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് നിർദ്ദേശം തേടിയിരിക്കുകയാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഹർജി പരിഗണിക്കുന്ന സമയത്താണ് കോടതിയുടെ നടപടി. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദു ചെയ്യണമെന്നാണ് സുബ്രഹ്മണ്യ സ്വാമി നൽകിയിരിക്കുന്ന ഹർജി. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് വിശ്വവിഖ്രു, ജസ്റ്റിസ് തുഷാർ റാവു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിറക്കുന്നതിന് മുമ്പ് നിർദ്ദേശങ്ങൾ നൽകണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 9 താൻ ബ്രിട്ടീഷ് പൗരനാണെന്ന് ബ്രിട്ടീഷ് അധികാരികളോട് സ്വമേധയാ രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയതിലൂടെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരത്വത്തിൽ നിന്ന് അയോഗ്യനാക്കപ്പെടുമെന്ന് സ്വാമിയുടെ ഹർജി ഏറെക്കുറെ പ്രാധാന്യമായ ഒരു ഘടകമാണ്. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് 2019 മുതൽ ആഭ്യന്തര മന്ത്രാലയത്തിന് ഒന്നിലധികം നിവേദനങ്ങളും തെളിവുകളും അയക്കുകയും ചെയ്തിരുന്നു. അതോടെ CBI അന്വേഷണത്തിൽ രാഹുൽ ബ്രിട്ടീഷ് പൗരത്വം ആണ് എന്ന് അംഗീകരിക്കുന്ന കൂടുതൽ തെളിവുകൾ CBIക്കും ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിക്കുകയും ചെയ്തു. 2005ലും 2006ലും ഇൻകം ടാക്സിന്റെ ഫയലിൽ രാഹുൽ ഗാന്ധി ഡയറക്ടറായ ബ്രിട്ടീഷ് പൗരനായും ആ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന യുണൈറ്റഡ് കിങ്ഡം രജിസ്റ്റർ ചെയ്ത കമ്പനിയായ ബാങ്കോക്സ് ലിമിറ്റഡിന്റെ രേഖകളിലും ഹർജിയിൽ കാണിക്കപ്പെട്ടിട്ടുള്ളത് സ്വാമി ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പൗരത്വ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും തന്റെ പരാതിയിൽ അന്തിമ പരിഹാരം കാണണമെന്നും സ്വാമി കോടതിയിൽ പരാമർശിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് പൗരത്വം ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതോടെ സ്വാഭാവികമായും ഇന്ത്യൻ പൗരത്വം റദ്ദാക്കപ്പെടും. കേന്ദ്ര സർക്കാരിന്റെ അന്തിമ തീരുമാനം അറിയാൻ ഒരു നോട്ടീസ് കേന്ദ്രത്തിന് അയച്ചിട്ടുണ്ട്. ബാങ്കോക്ക് ലിമിറ്റഡ് എന്ന പേരിൽ രാഹുൽ ഗാന്ധി 2003 ഒരു സ്ഥാപനം UK രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിൽ സെക്രട്ടറിയാണ് രാഹുൽ ഗാന്ധി എന്നും അവകാശപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് അന്ന് ഒരു തെളിവ് കിട്ടിയതാണ്. രാഹുൽ ഗാന്ധി നിലവിൽ കാണിച്ചിരിക്കുന്നത് 1995 ഇന്ത്യൻ പൗരത്വ നിയമത്തിലെ ലംഘനമാണെന്ന സംശയം ആഭ്യന്തര മന്ത്രാലയത്തിനുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് പല പ്രാവശ്യമായി കത്തുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും തന്നെ രാഹുൽ ഗാന്ധി ഒരു മറുപടി പോലും ആ കത്തിന് തിരിച്ചൊരു മറുപടി ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുകയുണ്ടായിരുന്നില്ല. കോടതി പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല. അതിനുശേഷം ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു പ്രസിദ്ധമായ ഒരു മാഗസീൻ രാഹുൽ ഗാന്ധിയുടെ വിദേശ പൗരത്വവുമായി ബന്ധപ്പെട്ട് 2-3 പ്രാവശ്യമായി അവർ പല ലേഖനങ്ങൾ ഇറക്കുകയുണ്ടായി. പല ആഴ്ചയിൽ അവർ ലേഖനങ്ങൾ തെളിവ് സഹിതം ഇറക്കിയപ്പോഴും അതിലൊരു അക്ഷരം രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു വിദേശ പൗരനാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലായി, തെളിവ് സഹിതം മനസ്സിലായി. കാരണം സുബ്രഹ്മണ്യ സ്വാമി വെറുതെ ഒരു ഹർജിയല്ല ഉന്നയിച്ചിരിക്കുന്നത്. തെളിവ് സഹിതം രാഹുൽ ഗാന്ധി ബാങ്കോക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സിൽ ഫയൽ ചെയ്ത ആ പേപ്പറുകൾ സഹിതം ആണ് സുബ്രഹ്മണ്യ സ്വാമി കോടതിയിൽ തെളിവ് സഹിതം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ വിദേശ പൗരത്വമാണെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതോടുകൂടി ഇനി രാഹുലിന് ഇന്ത്യൻ പൗരത്വമല്ല, അതുകൊണ്ട് തന്നെ ഒരു വിദേശിക്ക് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനി മത്സരിക്കാൻ കഴിയുകയില്ല എന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.